ചോറിന് കറിയും തോരനും എന്തുണ്ടെങ്കിലും അച്ചാറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കാണും. എൻ്റെ വീട്ടിലുണ്ട്. മിക്കവാറും ഞാൻ അച്ചാർ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ഞാൻ വീട്ടിൽ അങ്ങനെ അച്ചാർ ഇടാറില്ല. ഇന്ന് ഞാൻ കുഞ്ഞു മാങ്ങ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ അച്ചാർ ഇടാൻ തോന്നി. അതുകൊണ്ട് ഞാൻ വെച്ച് ശരി എന്തായാലും അച്ചാർ ഇടാന്ന്. ആദ്യം നല്ല കഴുകണം. കഴുകിയ ശേഷം തുടച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ചിലരാണെങ്കിൽ വെള്ളത്തിടും. നിങ്ങൾ മാക്സിമം വെള്ളത്തിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നല്ല തുടച്ച ശേഷം ഇങ്ങനെ കട്ട് ചെയ്യണം. കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം, വലുതായിട്ട് കട്ട് ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ പച്ചമുളകാണ് കട്ട് ചെയ്തിടുന്നത്. നിങ്ങൾക്കിപ്പം കാന്താരി മുളക് ഇടുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. എനിക്ക് കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടത്. കല്ലുപ്പിട്ട് നല്ല മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ നല്ലെണ്ണ എടുക്കണം. വെളിച്ചെണ്ണയെക്കാളും നല്ല ടേസ്റ്റാണ് ഈ നല്ലെണ്ണ എടുത്ത് നമ്മൾ അച്ചാറിടുന്നത്. കടുകും വറ്റൽമുളകും ഉലുവയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല ജസ്റ്റ് ഒന്ന് വശക്കണം. വശക്കിയ ശേഷം അതിൽ പൊടി വേണമല്ലോ, മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആ എണ്ണയിൽ തട്ടി ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് നമ്മൾ വശക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മാങ്ങയെ തട്ടണം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. മിക്കവാറും അതിനകത്ത് ഉപ്പ് കാണും. ഇതിൽ ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു. ഈ മാങ്ങാച്ചാർ ചെയ്യാൻ അങ്ങനെ അധികം സമയം വേണ്ട, അധികം സാധനവും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.